5ൽ 4 പോരാ, ലീഗിന് തെന്തുപറ്റി? കോൺഗ്രസ് മന്ത്രിമാർ കഴിഞ്ഞാൽ വി ഡി സതീശൻ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കും ഇതെന്തു പറ്റിയെന്ന ചോദ്യം ഉന്നയിക്കുകയാണ് സ്വന്തം പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളും അടിത്തട്ട് പ്രവർത്തകരും. പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലെ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന സതീശൻ മന്ത്രിസഭയിലേക്ക് ഇത്തവണ ആരൊക്കെ വേണമെന്ന കണക്കെടുത്തപ്പോൾ പരിചയസമ്പന്നനായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം പാർട്ടിക്ക് കിട്ടിയ വിവിധ വകുപ്പുകളിലേക്ക് കഴിവും പ്രാപ്തിയുമുള്ളവരുടെ പട്ടികയുണ്ടാക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന അഭിപ്രായം പാർട്ടി നേതാക്കൾക്കും പലവട്ടം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരടക്കം പലർക്കുമുണ്ട്. 10ാം ക്ലാസ്സുകാരനും സീതി ഹാജിയുടെ മകനുമായ പി കെ ബഷീറിന് പൊതുമരാമത്ത് വകുപ്പിൽ മന്ത്രിയാക്കിയ ലീഗ് തീരുമാനം മണ്ടത്തരമാണെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയാണ്. എം കെ മുനീറും വി കെ ഇബ്രാഹിം കുഞ്ഞുമൊക്കെ നന്നായി കൈകാര്യം ചെയ്ത ഈ വകുപ്പ് പി കെ ബഷീറിന്റെ കയ്യിൽ ഭദ്രമാവില്ലെന്ന് പാർട്ടി നേതൃത്വത്തോട് നേതാക്കളിൽ ചിലരെങ്കിലും സൂചിപ്പിച്ചതാണ്. പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കുന്ന തരത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കുക, ഒരാളുങ്കൽ സൊസൈറ്റി വിഷയത്തിൽ പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും ആലോചിക്കാതെ ഏകപക്ഷീയമായ അഭിപ്രായം പറയുക തുടങ്ങിയ ബഷീറിന്റെ ചില ചപ്പടി വിധികൾ തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിട്ടുണ്ടെന്നും പറയാതെ വയ്യ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ഷംസുദ്ദീനും പുതുതായി കിട്ടിയ ഫിഷറീസ് വകുപ്പിന്റെ ചുമതല ലഭിച്ച വി ഐ അബ്ദുൾ ഗഫൂറും മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം ഇപ്പോൾ UDF മന്ത്രിസഭയിൽ കുറച്ചെങ്കിലും മികവ് പുലർത്തുന്നത്. മുസ്ലിം വർഗീയത പറഞ്ഞ് വിവാദങ്ങൾ വിളിച്ചു വരുത്തിയ KM ഷാജി വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിലും ഉൾപ്പെട്ടിരുന്നു. തദ്ദേശ സ്വയംഭരണ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായി ഷാജിയെ തെരഞ്ഞെടുത്തതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ എതിർപ്പറിയിച്ചവരും ഏറെയാണ്. അർഹതയുള്ള പലരും നിയമസഭയിലെത്തിയിട്ടും കുടുംബമഹിമ നോക്കിയും നേതാക്കളുടെ മക്കൾ എന്ന പരിഗണന നൽകിയും മന്ത്രി പട്ടികയുണ്ടാക്കിയ ലീഗ് നേതൃത്വത്തോടെ പാർട്ടിക്കുള്ളിൽ കല്ലുകടിയും മുറുമുറുപ്പും ഇപ്പോഴും തുടരുകയാണ്. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി CH മുഹമ്മദ് കോയയുടെ മകന് സീറ്റ് നിഷേധിച്ച നേതൃത്വം UDF യോഗങ്ങളിൽ പങ്കെടുക്കാൻ മുനീറിനെ നിയോഗിച്ചതാണ് അല്പമെങ്കിലും ഒരാശ്വാസമായി എടുത്തു പറയാനുള്ളത്. 10 കൊല്ലമായി UDFിനൊപ്പം പുറത്തിരുന്ന് ചിതലെടുത്തു തുടങ്ങിയ പാർട്ടി 22 MLAമാരുമായാണ് ഇത്തവണ നിയമസഭയിലെത്തിയത്. ലീഗിന് അവർ മുമ്പ് കൈവശം വെച്ചിരുന്ന പ്രധാന വകുപ്പുകൾക്ക് പുറമെ പുതുതായി ഫിഷറീസ് വകുപ്പ് കൂടി ലഭിച്ചപ്പോൾ തെക്കൻ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മുൻ മന്ത്രിയും ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനുമായ ഗഫൂറിനെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാക്കിയതെന്ന രഹസ്യവും അങ്ങാടിപ്പാട്ടാണ്. കഴിഞ്ഞ തവണ കളമശ്ശേരിയിൽ P രാജീവിനോട് പരാജയപ്പെട്ട ഗഫൂർ ഇത്തവണ ആദ്യമായി വിജയിച്ച് MLA ആയ ലീഗ് നേതാവ് കൂടിയാണ്. മന്ത്രിസ്ഥാനം നൽകിയതിന് പിന്നിലെ രസതന്ത്രം അന്വേഷിച്ച് ആരും തലപോയിക്കണ്ട എന്നാണ് നേതാക്കളുടെ നിലപാട്. ക്യാൻസർ രോഗബാധിതനായി മരണപ്പെട്ട വി കെ ഇബ്രാഹിം കുഞ്ഞിനോട് പാണക്കാട് കുടുംബത്തിനും കുഞ്ഞാലിക്കുട്ടിക്കും എക്കാലത്തും പ്രത്യേക മമതയുണ്ടായിരുന്നു. കിട്ടിയ വകുപ്പ് തന്നാലാവും വിധം ഭദ്രമായി കൊണ്ടു നടക്കാനുള്ള കെൽപ്പും തന്ത്രവും ഏതായാലും ഗഫൂറിനുണ്ട്. സ്വന്തം വകുപ്പുകളിൽ വേണ്ടത്ര കഴിവ് പുലർത്താൻ കഴിയാത്ത പൊതുമരാമത്ത് തദ്ദേശ വകുപ്പ് മന്ത്രിമാരുടെ അധികാരങ്ങളിൽ അവസാന വാക്ക് വ്യവസായ IT വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടേതായിരിക്കുമെന്നും പാർട്ടിക്കാരിൽ പലരും അടക്കം പറയുന്നുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെയായാലും വി ഡി സതീശൻ മന്ത്രിസഭയിൽ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം ഇരുന്ന് വകുപ്പുകൾ ഭരിക്കാൻ 4 പുതിയ മന്ത്രിമാരും നന്നായി വിയർക്കേണ്ടി വരും. 2 കൊല്ലം തികയും മുമ്പ് പി കെ ബഷീറും KM ഷാജിയും മന്ത്രിസഭയിൽ നിന്നും പുറത്തു പോകുമെന്ന് തെല്ലും സംശയമില്ലാതെ പറയുന്നവരിൽ നല്ലൊരു ശതമാനം പേരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചില പ്രമുഖ നേതാക്കളാണെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. A to Z ന്യൂസ് മലയാളം 24.